ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഞാൻ മറ്റേ ചെറുകഥ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടുത്ത ആഴ്ച വേറൊരു കഥയായിട്ട് വരാമെന്ന്. ഇന്ന് വലിയ കഥയൊന്നുമല്ല കേട്ടോ പറയാൻ പോണത്. ഒരു ദിവസം തന്നെ പറയാനുള്ള ചെറിയ കഥയാണ്. മറ്റേ ഭദ്ര എന്ന് പറയുന്നത് ഒരാഴ്ച പറയാനുള്ള വലിയ കഥയായിരുന്നു. ഇത് ഇന്ന് മാത്രം പറയാനുള്ളൂ കേട്ടോ. എന്ന് പറയട്ടെ, ഞാൻ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ് കേട്ടോ, കുട്ടികൾക്കുള്ളതല്ല. കഥയുടെ പേര് കാലചക്രം എന്നാണ് കേട്ടോ. കല്യാണി കുറേ ദിവസമായി തീരെ കിടപ്പിലായിരുന്നു. 75 വയസ്സുണ്ട് അവർക്ക്. പലവിധ അസുഖങ്ങൾ കൊണ്ടും മാനസികമായ അസുഖങ്ങൾ കൊണ്ടുമാണ് അവർ ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. കല്യാണിയുടെ പ്രായത്തിലുള്ളവരൊക്കെ ഓടി നടന്ന് ഓരോ പണികൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നും. കല്യാണി മാനസികമായി ഇത്രയും തകരാൻ കാരണം അവരുടെ 2 ആൺമക്കളായിരുന്നു. അവരെക്കുറിച്ചുള്ള ആദിയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ കിടന്നപ്പോൾ അവരുടെ മനസ്സിലേക്ക് പഴയ കാലം തെളിഞ്ഞു വന്നു. വാസുദേവൻ, ചെന്താമരാക്ഷൻ എന്നായിരുന്നു മക്കളുടെ പേര്. അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കല്യാണിയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. തൻ്റെ കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്നോർത്ത് ആദ്യമൊക്കെ കല്യാണി കുറേ കരഞ്ഞു. പിന്നെ ഓർത്തു, ഇവർ ആൺകുട്ടികളാണല്ലോ, വയസ്സാകുമ്പോൾ ഇവർ തന്നെ പൊന്നുപോലെ നോക്കും, എന്ത് ജോലിയെടുത്തും കുട്ടികളെ പഠിപ്പിക്കണം എന്ന് കല്യാണി ഉറച്ച തീരുമാനമെടുത്തു. പിറ്റേന്ന് മുതൽ കല്യാണി പല വീടുകളിലും പണിക്ക് പോകാൻ തുടങ്ങി. ആ വീടുകളിൽ നിന്ന് കല്യാണിക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അവർ കഴിക്കാതെ മക്കൾക്കായി പൊതിഞ്ഞു കെട്ടി കൊണ്ടുകൊടുക്കും. എന്നിട്ട് കല്യാണി മുണ്ട് മുറുക്കിയുടുത്ത് വിശപ്പ് സഹിക്കും. നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ച് മക്കൾ ഏമ്പക്കം വിടുന്നത് കാണുമ്പോൾ കല്യാണിയുടെ മനസ്സ് നിറയും. അങ്ങനെ 5-6 വർഷങ്ങൾ കടന്നുപോയി. 2 മക്കളും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി. പിന്നെ ചെറിയ ജോലികൾക്ക് പോകാൻ തുടങ്ങി. കല്യാണിക്ക് ആശ്വാസമായി. പക്ഷേ ആ ആശ്വാസം അധിക നാളൊന്നും ഉണ്ടായില്ല. കാരണം വാസുദേവൻ ഒരു അലസനായിരുന്നു. വല്ലപ്പോഴും മാത്രം തോന്നിയാൽ പണിക്ക് പോകും. ചെന്താമരാക്ഷൻ നന്നായി അധ്വാനിക്കും, പക്ഷേ വലിയ പിശുക്കനായിരുന്നു. ജോലി ചെയ്ത് കിട്ടുന്ന പണം അവൻ സമ്പാദിച്ചു വയ്ക്കും. കല്യാണിയുടെ കയ്യിൽ 50 or 100 കൊടുക്കും. അതോടെ മക്കളെക്കുറിച്ചുള്ള കല്യാണിയുടെ മോഹങ്ങൾ അസ്തമിച്ചു. വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ കല്യാണി തന്നെ ജോലിക്ക് പോയി. വർഷങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. 2 പേരും വിവാഹം കഴിച്ചു. വാസുദേവന് ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഓരോ സ്ഥലത്തു നിന്നും കടം വാങ്ങിയും തീമറി നടത്തിയും ജീവിച്ചു പോകുന്നു. ഭാര്യ സരസ്വതി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിലും തീരെ വിവരമില്ലാത്ത ഒരു പാവം പൊട്ടിപ്പെണ്ണ്. ആരോടും ഒരു പരിഭവവും പറയാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. കല്യാണിയുടെ കൂടെയാണ് വാസുദേവനും ഭാര്യയും കഴിയുന്നത്. എന്നാൽ ചെന്താമരാക്ഷൻ്റെ കാര്യം പറയുകയേ വേണ്ട. വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യ വീട്ടിലായി താമസം. അവൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്നറിഞ്ഞ ഭാര്യയും വീട്ടുകാരും കപട സ്നേഹം കാണിച്ച് ചെന്താമരാക്ഷനെ വീട്ടിൽ പിടിച്ചു നിർത്തി. മല്ലിക എന്നായിരുന്നു അവൻ്റെ ഭാര്യയുടെ പേര്. ഭാര്യയെ വലിയ പേടിയായിരുന്നു ചെന്താമരാക്ഷന്. അതിനാൽ സ്വന്തം വീട്ടിൽ പോകുന്നതും വല്ലപ്പോഴും മാത്രമായി. എന്തിന്, കല്യാണിക്ക് ഒരസുഖം വന്നാൽ പോലും കുറച്ച് രൂപ കൊടുത്ത് സഹായിക്കാൻ മല്ലിക ചെന്താമരാക്ഷനെ സമ്മതിക്കാറില്ല. മല്ലിക ചെന്താമരാക്ഷനു ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്. അതിനപ്പുറം കടന്നാൽ മല്ലിക ഉണ്ടക്കണ്ണുരുട്ടി ചെന്താമരാക്ഷനെ പേടിപ്പിക്കും. മല്ലിക പറയുന്നത് വേദവാക്യമായിട്ടാണ് ചെന്താമരാക്ഷൻ കരുതിയിരുന്നത്. അതിനാൽ നമുക്കവനെ അച്ചിക്കോന്തൻ എന്ന് വിശേഷിപ്പിക്കാം. മല്ലികയുടെ പാദങ്ങളിൽ പൂവിട്ട് പൂജിക്കാൻ അച്ചിക്കോന്തൻ വലിയ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അച്ചിക്കോന്തൻ എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും തയ്യാറായിരുന്നു. മല്ലികയും വീട്ടുകാരും ഇവൻ്റെ ഈ സ്നേഹം കണ്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കും. ചെന്താമരാക്ഷൻ ഇതൊന്നും കാണില്ല. അവന് മല്ലിക എന്ന വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ മല്ലികയുടെ വീട്ടുകാർ ചെന്താമരാക്ഷൻ കേൾക്കാതെ പതുക്കെ പറയും, നമ്മുടെ ഭാഗ്യം ഇങ്ങനെയൊരു അച്ചിക്കോന്തനെ നിൻ്റെ ഭർത്താവായി കിട്ടിയത്. എന്നാൽ മല്ലികയ്ക്ക് സ്വന്തം കുടുംബത്തിലുള്ളവരെ വലിയ ഇഷ്ടമായിരുന്നു.
അവർ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കൊടുക്കുകയും എല്ലാം ചെയ്യും. അതൊക്കെ കണ്ടിട്ടും തൻ്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കണമെന്ന് തോന്നാത്ത ഒരു മണ്ടനായി പോയി ഈ അച്ചിക്കൊന്തൻ. ചെന്താമരാക്ഷനും മല്ലികയ്ക്കും 2 ആൺമക്കളുണ്ടായിരുന്നു. അവരും അവരുടെ അച്ഛനമ്മമാരെ കണ്ട് പഠിച്ചു വളർന്നു. കല്യാണി ചിന്തയിൽ നിന്നും ഉണർന്നു. മാസങ്ങളായി താനീ കിടപ്പു തുടർന്നിട്ട്. കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ വേണ്ടവിധം സംരക്ഷിക്കുന്നില്ല. സുഖമില്ലാത്ത കല്യാണിക്ക് മരുന്നിനേക്കാൾ അത്യാവശ്യമായിരുന്നത് ഇപ്പോൾ മക്കളുടെ സ്നേഹമായിരുന്നു. എന്നാൽ മക്കളാകട്ടെ സ്വന്തം സുഖം നോക്കി കഴിയുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണി മരിച്ചു. മക്കൾ കല്യാണിയെ സ്നേഹിച്ചില്ലെങ്കിലും കല്യാണിക്ക് മക്കളെന്ന് വച്ചാൽ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചിട്ടും കല്യാണിയുടെ ആത്മാവിന് ഇവിടം വിട്ടുപോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടായാൽ ആശ്വസിപ്പിക്കാൻ താൻ അടുത്തുണ്ടാകണമെന്നു കരുതി ആ ആത്മാവ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടന്നു. വർഷങ്ങൾ പലതും കടന്നുപോയിക്കൊണ്ടിരുന്നു. ചെന്താമരാക്ഷൻ്റെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. ചെന്താമരാക്ഷൻ്റെ അതേ സ്വഭാവമായിരുന്നു മക്കൾക്കും. വിവാഹം കഴിഞ്ഞതോടെ അവരും ഭാര്യ വീട്ടിൽ താമസമാക്കി. പിന്നീട് അവർ അച്ഛനെയും അമ്മയെയും തിരിഞ്ഞു നോക്കിയില്ല. അവരുടെ പഴയ പ്രതാപമെല്ലാം പോയിരുന്നു. ചെന്താമരാക്ഷനും മല്ലികയും ജീവിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ചെന്താമരാക്ഷന് 60 വയസ്സായി. പലവിധ അസുഖങ്ങളും ഉള്ളതിനാൽ സ്ഥിരമായി മരുന്ന് കഴിക്കണം. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ലാതെ അയാൾ വിഷമിച്ചു. ഒരു ദിവസം മല്ലിക മക്കളുടെ വീടുകളിലേക്ക് പോയി. അടുത്തടുത്ത വീടുകളിലേക്കാണ് 2 മക്കളും വിവാഹം കഴിച്ചിരിക്കുന്നത്. 2 മക്കളോടും മല്ലിക പറഞ്ഞു, ഞങ്ങൾക്ക് ചെലവിന് പണം തരികയോ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുകയോ ചെയ്യണമെന്ന്. അത് കേട്ടപ്പോൾ മക്കൾ പറഞ്ഞു, അമ്മ അച്ഛൻ്റെ അമ്മയോട് എങ്ങനെയാ പെരുമാറിയിരുന്നത്? ഒരു ദിവസമെങ്കിലും അച്ഛമ്മയുടെ കൂടെ കഴിയാൻ അമ്മ അച്ഛനെ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് അവരെ അകറ്റിയതല്ലേ? അമ്മയുടെ അതേ സ്വഭാവം തന്നെയാ ഞങ്ങളുടെ ഭാര്യമാർക്കും. പക്ഷേ അച്ഛനെ പോലെ ഞങ്ങൾക്ക് ഭാര്യയെ പേടിയൊന്നുമില്ല. അതിനാൽ ഞങ്ങൾ അവിടേക്ക് വല്ലപ്പോഴും വരാം. ചെലവിന് പണവും തരാം. മക്കളുടെ സംസാരം കേട്ട് മല്ലികയ്ക്ക് ദേഷ്യം വന്നു. എങ്കിലും ഒന്നും മിണ്ടാതെ അവർ അവിടെ നിന്നും തിരിച്ചു പോന്നു. വീട്ടുപടിക്കലെത്തിയപ്പോഴേ കേട്ടു ചെന്താമരാക്ഷൻ്റെ ചുമയും കുടിക്കാൻ വെള്ളം ചോദിച്ചുകൊണ്ടുള്ള മുറവിളിയും. മല്ലിക ഭർത്താവിനോട് പറയാതെയാണ് വാതിൽ പുറത്തുനിന്ന് ചാരി മക്കളുടെ അടുത്തേക്ക് പോയത്. ചെന്താമരാക്ഷൻ്റെ അലമുറയൊന്നും ശ്രദ്ധിക്കാതെ വാതിൽ തുറന്ന് മല്ലിക അടുക്കളയിലേക്ക് നടന്നു. വീണ്ടും മല്ലികേ മല്ലികേ എന്ന വിളി കേട്ട് ദേഷ്യം വന്ന മല്ലിക അടുക്കളയിൽ നിന്ന് ഒരു കയ്യിലെടുത്ത് അകത്തേക്ക് ചെന്നു. പിന്നെ കയ്യിലുണ്ടായിരുന്ന കയ്യിലുകൊണ്ട് ചെന്താമരാക്ഷൻ്റെ തലയിൽ ഒരു കൊട്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ദേ മനുഷ്യ, എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. വയസ്സായാൽ അടങ്ങി ഒതുങ്ങി അവിടെ ചുരുണ്ട് കിടന്നോണം, മറ്റുള്ളവർക്ക് ശല്യമാകാതെ. മല്ലികയുടെ ഉണ്ടക്കണ്ണു കൊണ്ടുള്ള രൂക്ഷമായ നോട്ടം കണ്ട് ചെന്താമരാക്ഷൻ പേടിച്ച് വേഗം കണ്ണടച്ചു. മക്കൾ തന്നെ കുറ്റപ്പെടുത്തിയതിൻ്റെ ദേഷ്യത്തിലായിരുന്നു മല്ലിക. അങ്ങനെ കിടന്നപ്പോൾ ചെന്താമരാക്ഷൻ പഴയ കാര്യങ്ങൾ ഓർത്തു. മല്ലികയെ പേടിച്ച് തൻ്റെ അമ്മയെയും കുടുംബത്തെയും താൻ സ്നേഹിച്ചില്ലല്ലോ എന്ന കുറ്റബോധം അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. സ്നേഹിക്കാനായി ഇനി തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ എന്നോർത്ത് ചെന്താമരാക്ഷൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മകൻ വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞ് കല്യാണിയുടെ ആത്മാവ് അവിടെ എത്തി. തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആ ആത്മാവ് കണ്ണുനീർ തുടച്ചുകൊടുത്ത് ചെന്താമരാക്ഷൻ്റെ തലയിൽ തലോടി. പെട്ടെന്ന് കുറച്ച് ആശ്വാസം ലഭിച്ചതുപോലെ ചെന്താമരാക്ഷന് തോന്നി. പിന്നെ ചെരിഞ്ഞു കിടന്ന് അമ്മയെ ഓർത്ത് അവൻ മയങ്ങി. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ. അതുവരെ ടാറ്റാ ബൈ ബൈ.